നമസ്തേ. പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി ഇന്ന് എത്തിച്ചേർന്നത് പാപ്പിനിശ്ശേരി മഹാശിവക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ടുന്ന പ്രധാന രാജവീതി എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ വളവട്ടണം പഴയങ്ങാടി റൂട്ടിലേക്ക് പ്രവേശിച്ചാൽ പ്രശാന്ത സുന്ദരമായ സ്ഥലത്താണ് പാപ്പിനിശ്ശേരി മഹാക്ഷേത്രം കുടികൊള്ളുന്നത്. ഈ മഹാക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിക്കാം. പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിന് 1100 വർഷത്തിൻ്റെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മൂഷിക വംശത്തിലെ അതിപ്രശസ്തനായ രാജാവാണത്രേ ഈ ക്ഷേത്രം പണിതത്. പിന്നീട് രാജപരമ്പരയും അതുപോലെ തന്നെ ദേശത്തിലെ ജനങ്ങളും ഒക്കെ ചേർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടന്നു. പിന്നീട് ഒരു തലമുറകൾ കൈമാറിയതിന് ശേഷം പിന്നീട് നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണം ദൈനംദിനമായ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. പ്രേക്ഷകർക്ക് കാണാം, കണ്ണൂർ വിഷൻ ചാനൽ ഇവിടെ വരുമ്പം ക്ഷേത്രത്തിലേക്ക് വരുമ്പം തന്നെ ക്ഷേത്രത്തിലെ അശ്വത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. അശ്വത്ഥം അരയാൽ, ആ അരയാൽ വൃക്ഷത്തിന് സമീപത്ത് തന്നെ ഇനിയൊരു കൊടിമരം, ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാക്ഷേത്രമാകാൻ വേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ് കൊടിമരം. ഈ ക്ഷേത്രം ഒരു കൊടിമര പ്രതിഷ്ഠ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഭഗവത് കാരുണ്യം കൊണ്ട് കൊടിമരം പ്രതിഷ്ഠിച്ച് ഒരു കൊടിയേറ്റ ഉത്സവമൊക്കെ കാണാൻ ഈ ദേശത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ കണ്ട് അവർക്ക് പാപ്പിനിശ്ശേരി അപ്പൻ്റെ അനുഗ്രഹം കിട്ടുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് പോയി ഇവിടുത്തെ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കാം. അതിപുരാതനമായ ശ്രീ മഹാശിവക്ഷേത്രം പാപ്പിനിശ്ശേരിയുടെ ഐതിഹ്യം പറഞ്ഞു കേട്ടിട്ടുള്ളത് 1200 വർഷത്തിൽ പരം പഴക്കമുള്ളൊരു ശിവക്ഷേത്രമാണ് ഇതെന്നാണ്. മൂഷക രാജാവായ അഹീരണൻ രാജാവായിരിക്കുന്ന സമയത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി മാത്രമായിട്ടാണ് ഒരു പഴഞ്ചിറ താവ എന്ന പേരിൽ ഒരു താവ തന്നെ നിർമ്മിക്കപ്പെട്ടു. അതിലൂടെ കല്ല് തോണിയിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ ക്ഷേത്രം പണിതത് എന്നാണ് അറിവുകൾ പറയുന്നത്. സ്വർണ്ണപ്രശ്ന ചിന്ത നടക്കുന്നത്. സ്വർണ്ണപ്രശ്ന ചിന്തയ്ക്ക് ശേഷമാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലുള്ള ക്ഷേത്രങ്ങളുടെ എല്ലാ മാറ്റങ്ങളും ഉണ്ടായത്. മുൻകാലത്തിൽ കമ്മിറ്റി കൂടാതെ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെയാണ്. ക്ഷേത്രം ട്രസ്റ്റിമാരും മറ്റ് കമ്മിറ്റിക്കാർ സേവാസമിതി എന്നുള്ള പേരിലും ആണ് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടുവന്നിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ശിവരാത്രി ആയിരുന്നു ഇവിടുത്തെ പ്രധാന ഉത്സവമായിട്ടുണ്ടായിരുന്നത്. ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ തന്ത്രി ഇടവലത്ത് പൊടിയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്തിൽ നടന്നതിന് ശേഷം കൊടിമര പ്രതിഷ്ഠ നടത്തി. കൊടിയേറ്റ് മഹോത്സവം, വൃശ്ചിക കൊടിയേറ്റ് എന്നുള്ള രീതിയിലാണ് കൊടിമര പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നതും. അതുപോലെ അതിൻ്റെ ഉത്സവം കൊടിയേറ്റ് മഹോത്സവമായിട്ടാണ് നമ്മൾ അന്നു മുതൽ കൊണ്ടാടുന്നത്. താത്കാലികമായിട്ട് ഒരു കൊടിമരം വെച്ചിട്ടാണ് ഇത്രയും കാലം ഉത്സവം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു കൊടിമരം ക്ഷേത്രത്തിന് ഒരാളുടെ വകയായിട്ട് സംഭാവനയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വിശേഷം എന്ന് പറയുന്നത് വിഷുവിളക്കിനെ ബന്ധപ്പെട്ട് ഏപ്രിൽ മാസം വിഷുവിളക്ക് ബന്ധപ്പെട്ട് നമ്മുടെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ഇവിടത്തേക്ക് ചെറുവന്നമ്മ എഴുന്നള്ളുകയും അതിനൊരു സ്വീകരണം കൂടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വിശേഷാൽ ആഘോഷമാണ്. കൂടാതെ എല്ലാ മാസവും 2 ദിവസം പ്രധാനപ്പെട്ട പ്രദോഷ വ്രതത്തിൻ്റെ പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട്.
ഇപ്പോൾ എല്ലാ മാസവും തിരുവാതിര കൂട്ടും തിരുവാതിര ധാരയും ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രക്കുളമാണ്. പ്രേക്ഷകർക്ക് കാണാം ഈ കുളം. മഹാദേവന് വൃശ്ചിക മാസത്തിൽ ഉത്സവം കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ആറാട്ട്, ഉത്സവം കഴിഞ്ഞ് ആറാട്ട് നടക്കുന്നത് ഇതൊരു ആറാട്ട് കുളം. അതിനേക്കാൾ ഉപരി ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത അഭിഷേകപ്രിയോ ശിവ എന്നാണ്. ശിവൻ എന്ന് പറയുന്ന അഭിഷേകപ്രിയനാണ്. ക്ഷേത്ര ശ്രീകോവിലിലെ അഭിഷേകം കഴിഞ്ഞ വെള്ളം അത് ധാരയായി ഈ കുളത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കുളത്തിൽ ഇറങ്ങി ആ കുളത്തിലെ വെള്ളം നമ്മൾ എടുക്കുന്നതും അതൊരു തീർത്ഥക്കുളം തന്നെയാണ്. ഈ സമീപ കാലഘട്ടത്തിലെ ചില നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇനി നടക്കേണ്ടുന്ന ചില നവീകരണങ്ങൾ ഈ കുളത്തിനുമുണ്ട്. നമുക്ക് പാപ്പിനിശ്ശേരി അമ്പലത്തിലേക്ക് വന്ന് തിരുമുറ്റത്ത് കയറി കുളത്തിൽ ഇറങ്ങി കയ്യും കാലും കഴുകി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഏറ്റവും പ്രധാനം ആചാര്യതപ സാമ്നായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചതാന്ന്. ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിയുടെ പ്രധാന ഘടകത്തിൽപ്പെട്ടതാണ് ഉത്സവം. ഒരു ഉത്സവം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനം ആ ക്ഷേത്രത്തിന് കൊടിമരമാണ്. പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലെ ക്ഷേത്ര കമ്മിറ്റിയുടെയും പരിസരവാസികളായ ഭക്തന്മാരുടെയും ഒക്കെ ഒരുപാട് പ്രയത്നത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൻ്റെ ഒരു പരിധിവരെയുള്ള നവീകരണം നടന്നു. ഇനി ഒരു കൊടിമര പ്രതിഷ്ഠയാണ്. പ്രേക്ഷകർക്ക് കാണാം. കൊടിമര അതിൻ്റെ കണക്ക് പ്രകാരം കൊടിമരത്തിന് വേണ്ട കുറ്റിയടിച്ചു കഴിഞ്ഞു. ഈ കൊടിമരം പ്രതിഷ്ഠ നടത്തുന്നതും അത് നടത്തിയിട്ട് അതിലേക്ക് കൊടിയേറി ഒരു ഉത്സവം നടക്കുമ്പോഴാണ് ഒരു മഹോത്സവത്തിൻ്റെ പ്രതീതി ഈ ദേശത്തിന് തന്നെ ഉണ്ടാവുക. അതും ഒരു ഭക്തൻ്റെ സമർപ്പണമാണ് ഈ കൊടിമരം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് എത്ര ധനം സമ്പാദിച്ചാലും ആയുഷ ഖണ്ഡമാതായ രവിരസ്തമയം ഗത അഹന്യഹനി ബോധവ്യം കിമേതൽ സുഹൃതം കൃതന്ന. ഈ സൂര്യൻ ഉദിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് എല്ലാവരുടെ ആയുസ്സിൻ്റെ ഒരു ഭാഗം അങ്ങ് ഇല്ലാതെ കണ്ടാവും. അപ്പോൾ കിട്ടിയ ചെറിയ സമയത്തിൽ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ഒരു ഭക്തൻ ഈ ഒരു കൊടിമരം സമർപ്പിക്കുന്നു എന്ന് പറയുമ്പം ആ ഭഗവാന് ഭക്തനോടുള്ള ഒരു ആത്മബന്ധമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രദക്ഷിണ വഴി വരുമ്പോഴും ഈ ദേശക്കാരും ഈ കമ്മിറ്റിക്കാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം അവരുടെ മനസ്സിൽ ഇനി ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ഈ കൊടിമരം പ്രതിഷ്ഠിച്ച് ഫെബ്രുവരി മാസം 2026 ഫെബ്രുവരിയിൽ ഈ കൊടിമര പ്രതിഷ്ഠ നടത്തണം എന്നുള്ള അതിയായ ആഗ്രഹവും തപസ്സുമാണ് അവരുടെ മുൻപിലുള്ളത്. പാപ്പിനിശ്ശേരിയിലെ മഹാദേവൻ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വെളിപ്പുറത്താണ്. ആ ദേവൻ ഇവർക്കത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അവർക്കതിനുള്ള ധൈര്യം ആ മഹാദേവൻ കൊടുക്കും. നമ്മുടെ പ്രദക്ഷിണ വഴിയിലൂടെ നമുക്കിനി പ്രദക്ഷിണം ചെയ്ത് ഇവിടുത്തെ മറ്റു കാര്യങ്ങളിലൂടെ മനസ്സിലാക്കി തൊഴാം.
പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നിറയും, ചിങ്ങമാസത്തിൽ പുത്തരിയും നടത്തുകയും അതുപോലെ നവരാത്രി കാലഘട്ടത്തിൽ വിദ്യാരംഭവും ഗ്രന്ഥപൂജയും ഒക്കെ നടക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ശിവക്ഷേത്രമാണ് പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, വൃശ്ചിക സംക്രമത്തിന് ഉത്സവം കൊടിയേറി 7 ദിവസം നീണ്ടു നിൽക്കുന്ന അതിപ്രാധാന്യത്തോടു കൂടിയ ഉത്സവം. ആ ഉത്സവ കാലഘട്ടത്തിൽ ഈ ദേശത്തിലെ എല്ലാ ഭക്തന്മാരും, ദേശത്തിലെ എല്ലാ ഭക്തജനങ്ങളും കൂടിച്ചേർന്ന് ഈ ക്ഷേത്രസന്നിധി തീർത്തും ഒരു കൈലാസ തുല്യമായി കണ്ടുകൊണ്ട് നാമജപത്തോടും വ്രതാനുഷ്ഠാനത്തോടു കൂടിയും ഒക്കെയാണ് പാപ്പിനിശ്ശേരിയിലെ ദേശക്കാർ ഈ ക്ഷേത്ര ഉത്സവം കൊണ്ടാടുന്നത് എന്നതും മറ്റ് ദേശങ്ങളിൽ നിന്നും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ഒരു പ്രത്യേകത കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവവും. 2012 മാതൃസമിതി രൂപീകരിച്ചു. അന്നു മുതൽ അമ്പലത്തിൽ വേണ്ടുന്ന ഓരോ കാര്യം മാതൃസമിതിക്കാർ ചെയ്യുന്നുണ്ട്. ആദ്യം ശുചീകരണം ചെയ്യും, പിന്നെ തിരുവാതിര ധാര ചെയ്യുന്നുണ്ട്. അന്ന് ഊട്ടുണ്ട്, അത് മാതൃസമിതി തന്നെയാണ് ആ ഊട്ടെല്ലാം ചെയ്യുന്നത്. ഇപ്പം മാസത്തിൽ 2 പ്രദോഷം വരുന്നുണ്ട്. പ്രദോഷ പൂജ, അതിന് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പം തിരുവാതിര ധാര എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായുള്ളൂ തുടങ്ങിയിട്ട്. അതിൻ്റെ അന്നദാനത്തിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാതൃസമിതിക്കാർ. എന്നുവെച്ചാൽ ഭക്ഷണം തയ്യാറാക്കൽ അതെല്ലാം ചെയ്തോണ്ട് എല്ലാവരും സപ്പോർട്ടോടും കൂടിയിട്ട് തന്നെ, എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്തത് വരുന്നത് പിന്നെ ധ്വജപ്രതിഷ്ഠയാണ്. അതിനാലും നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുള്ള ഒരു ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ഇനിയിപ്പോൾ വരുന്നത് നമുക്ക് വൃശ്ചിക കൊടിയേറ്റ് മഹോത്സവമാണ്. പിന്നെ അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചടങ്ങുകളായിട്ട് നമുക്കിപ്പം ഇത് ധ്വജപ്രതിഷ്ഠ വരുന്നത് കൊണ്ട് അവിടെ ഇപ്പം വിപുലീകരിച്ചിട്ടുള്ള ആഘോഷങ്ങൾ നടത്താൻ പറ്റാത്തതിനാൽ ഇപ്പം ചെറിയ പൂജകൾ, ചെറിയ ഇതിൽ ചുരുക്കിയിട്ട് പൂജകൾ, വേണ്ടുന്ന കാര്യങ്ങൾ, ദേവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ട് ആഘോഷങ്ങൾ അധികം ഇല്ലാതെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് നവരാത്രിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഭഗവത് സേവ നടത്താറുണ്ട്. ഇത് ലളിത സഹസ്രനാമം എല്ലാവരും ഇരുന്ന് ജപിക്കാറുണ്ട്. സന്ധ്യക്ക് ഇരുന്നിട്ട് ജപിക്കലുണ്ട്, പുറത്ത് വിളക്ക് കത്തിച്ചിട്ട് ജപിക്കലുണ്ട്. അതിപ്പം കുറച്ചായിട്ട് ആ കൊറോണയോടുകൂടി ഞാൻ നിർത്തിന്. പിന്നെ അതിനുശേഷം പിന്നെ ക്ഷേത്രത്തിൻ്റെ ഈ ഇത് മുറ്റം ഇതെല്ലാം പൊളിച്ചത് കൊണ്ട് വെയിലും മഴയെല്ലാം ആകുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഒരു ഇതില്ലാതെ കൊണ്ട് അങ്ങനെ അത് നിന്നു പോയതാണ്. എല്ലാ ദിവസവും രാവിലെ രാമായണ പാരായണം നടത്താറുണ്ട്. അവസാനത്തെ ദിവസം നമ്മൾ എല്ലാവരും ഇരുന്നിട്ട് അഖണ്ഡ നാമജപം നടത്താറുണ്ട്. പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ പദം പൂർത്തിയാക്കുമ്പോൾ പടിഞ്ഞാറ് പാർശ്വഭാഗത്ത് നിന്ന് ഭഗവാന് തൊഴുമ്പോൾ ക്ഷേത്രത്തിൻ്റെ താഴികക്കുടം വരെ നമുക്ക് കാണാം. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മുഴുവൻ ചെമ്പടിച്ച് താഴികക്കുടം പ്രതിഷ്ഠിച്ചു. മൂഷിക വംശത്തിലെ അഹിരണൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പണിതത്. അഹി എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നൊരർത്ഥമുണ്ട്. പാമ്പിനെ അണിഞ്ഞ ദേവൻ എന്ന രീതിയിലും പാപ്പിനിശ്ശേരി എന്ന് പറയുന്നതിനെ പാമ്പുകളുടെ കൂട്ടമെന്ന് പഴമക്കാർ പറയാറുണ്ട്. ആ പാപ്പി അനിശ്ശേരിയാണത്രേ പാപ്പിനിശ്ശേരിയായി ലോപിച്ചത് എന്നും ചരിത്രത്തിൽ ചില രേഖകളിൽ കാണുന്നുണ്ട്. എങ്ങനെ വന്നാലും ഈ മഹാദേവൻ പാമ്പണിഞ്ഞ ദേവനാണ്. ആ മഹാദേവൻ്റെ പേരിൽ തന്നെയാണ് ഈ ദേശത്തെ തന്നെ അറിയപ്പെടുന്നത്. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. കൂടാതെ മഹാദേവൻ വൈദ്യനാഥനായും ശിവനായും ഒക്കെ വ്യത്യസ്തമായ ചൈതന്യത്തിൽ കുടികൊള്ളുന്ന ഒരു മഹാദേവനാണ്. അതുകൊണ്ട് തന്നെ രോഗശമനാർത്ഥം ഇവിടെ വന്നൊരു ഭക്തൻ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭക്തനെ സംബന്ധിച്ച് രോഗശമനമാണ്.
ഈ സമീപ കാലഘട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിൽ നടന്ന വലിയൊരു മഹാത്ഭുതം എന്ന് പറയട്ടെ. ഒരു ഭക്തൻ, ഈ ക്ഷേത്രത്തിലുള്ളൊരു ഭക്തൻ തന്നെ, നിരന്തരം എപ്പോഴും ഇവിടെ വരുന്ന ഭക്തൻ, വലിയൊരു മഹാരോഗം തന്നെ വന്നിട്ട് ആ രോഗത്തിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വന്നു. അങ്ങനെ ആ രോഗം മാറി അദ്ദേഹം പിന്നെ ഈ ദേശത്തെ ഈ ദേവൻ്റെ ഭക്തനായി മാറിയെന്നും ഇവിടുത്തെ അനുഭവസ്ഥർ പേര് വെളിപ്പെടുത്താതെ പ്രദക്ഷിണ വഴിയിലൂടെ ഇവിടെ വന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനർത്ഥം ഭഗവാനോട് നൊന്ത് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കുന്നു, ഭക്തന് ആ കാര്യസാധ്യം ഉണ്ടാകുമെന്നും ഇവിടെ വന്നാൽ പ്രത്യക്ഷത്തിലാണെന്നും നമുക്ക് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഈ ക്ഷേത്രം നമ്മളെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പം എൻ്റെ ചെറിയ പ്രായത്തിൽ ഈ ക്ഷേത്ര കുളത്തിൽ വീണുപോയ ഒരാളാണ് ഞാൻ. ഈ ക്ഷേത്ര കുളത്തിൽ വീണിട്ട് ഒരു ദൈവം പോലെ ഒരു മനുഷ്യൻ എന്നെ രക്ഷപ്പെടുത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഈ ക്ഷേത്രവുമായിട്ടാണ് നമ്മുടെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഒരു ഭാഗ്യം പോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രത്തിലെ ഈ മഹാദേവനെ കുറിച്ച് കുറച്ച് വരികൾ, പാട്ടുകൾ എഴുതാനും അത് ഒരു CD രൂപത്തിൽ ഈ ക്ഷേത്രത്തിൽ തന്നെ വെച്ച് കേൾക്കാനുമുള്ളൊരു ഭാഗ്യം കൂടി എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സുപ്രഭാതം, പാപ്പിനിശ്ശേരി അപ്പനെ കുറിച്ചുള്ളൊരു സുപ്രഭാതം, ഇങ്ങനെ 2 പാട്ടുകൾ എഴുതാനും ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രം നമ്മൾ ഓരോ ദിവസം കാണുമ്പോൾ ഉള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്, ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ നമ്മുടെ ഏത് മേഖലയിൽ പോയാലും നമ്മൾ ഈ ഒരു ശക്തി നമ്മളെ പല ഘട്ടത്തിലും സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ജീവിതത്തിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അംശമായിട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അങ്ങനെ പലവരും പല അനുഭവങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു ചൈതന്യം ഉള്ള അല്ലെങ്കിൽ അത്രയും മഹത്തായ ഒരു ക്ഷേത്രമാണ്. ശ്രീ മഹാദേവ ശ്രീ പരമേശ്വര പാപ്പിനിശ്ശേരിയിൽ കുടികൊള്ളും ശംഭുവേ, പ്രതിപദമിവനെന്നും തുണയാകണേ ദേവ. ആപാദ പങ്കജം പ്രണമിക്കുന്നു ഞാൻ, ആപാദ പങ്കജം പ്രണമിക്കുന്നു. ശ്രീ മഹാദേവ ശ്രീ പരമേശ്വര പാപ്പിനിശ്ശേരിയിൽ കുടികൊള്ളും ശംഭുവേ. തൂലികത്തുമ്പിലും അടിയന്റെ മനസ്സിലും ഓങ്കാര കുസുമങ്ങൾ വിരിയണമേ. തൂലികത്തുമ്പിലും അടിയന്റെ മനസ്സിലും ഓങ്കാര കുസുമങ്ങൾ വിരിയണമേ. പാപ്പിനിശ്ശേരിയിലപ്പാതിന്നനുഗ്രഹം ഒരു വേള എന്നിലും ചൊരിയണമേ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ പദം നമ്മൾ പൂർത്തിയാക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് നമുക്ക് ഊട്ടുപുര കാണാം. ക്ഷേത്രത്തിൻ്റെ നവീകരണ കാലഘട്ടത്തിൻ്റെ ഭാഗമായി എടുത്ത ഊട്ടുപുര. ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയിൽ വെച്ചാണ് ഭക്തർക്ക് അന്നദാനം, വിശേഷ സമയത്തും ഉത്സവ കാലഘട്ടത്തിലുമൊക്കെ അന്നദാനം സമർപ്പിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിൻ്റെ പ്രാധാന്യമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ കൊടിമരം എന്ന് പറയുന്നത്. പാപ്പിനിശ്ശേരിയിലെ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെയും എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി കൊടിമരം എണ്ണയിലിട്ട് വെച്ചത് പ്രേക്ഷകർക്ക് കാണാം. ഇതിന് പുറകിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഒരു കൊടിമരം മുറിക്കുമ്പോൾ അത് മരം മുറിക്കുന്ന സമയത്ത് ആ മരത്തിനോടും സമീപത്തുള്ള ജീവജാലങ്ങളോട് പോലും അനുവാദം വാങ്ങിച്ചതിന് ശേഷം തന്ത്രി പൂജ കഴിച്ച് ആ മരം ഭൂമിയിൽ തട്ടാതെ മുറിച്ച് അത് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് കൊണ്ടുവന്ന് ഔഷധ എണ്ണക്കൂട്ടുണ്ടാക്കി ആ എണ്ണയിൽ അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും അത് എണ്ണയിൽ ആ കൊടിമരം ഇട്ട് വെച്ചാണ് അത് കൊടിമര പ്രതിഷ്ഠ ചെയ്യുന്നത്. കണ്ണൂർ വിഷൻ ചാനൽ പ്രദക്ഷിണ വഴി വരുന്ന സമയത്ത് ഏകദേശം കുറച്ച് സമയമായി ഇത് ഇങ്ങനെ എണ്ണയിലിട്ട് വെച്ചിട്ട്. ഇത് ഔഷധമാണ്. ഈ
കൊടിമരം എടുത്തു കഴിഞ്ഞാൽ ഈ എണ്ണ ഭക്തന്മാർക്ക് കൊണ്ടുപോയി അവരുടെ ശാരീരികമായ രോഗശമനത്തിന് വേണ്ടി ഇത് തേക്കുന്നത് ഏറെ പുണ്യമാണെന്ന് കണക്കാക്കി അത് ചെയ്യുന്നവരും പല ക്ഷേത്രങ്ങളിലുമുണ്ട്. ഇത് ഈ കാണുന്നത് കേവലം എണ്ണയല്ല, അതിൽ ഔഷധക്കൂട്ടാണ്. ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വലിയ ബലിവട്ടം കാണാം. ശ്രീഭൂതബലി പോലുള്ള സന്ദർഭത്തിൽ ഹവിസ് തൂകുന്ന വളരെ പ്രധാനപ്പെട്ട ബലിക്കല്ലാണ്. ഈ ബലിക്കല്ലിനെ സ്പർശിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഭഗവത് ചൈതന്യം ഇരിക്കുന്ന ഒരു സങ്കല്പം കൂടിയായതുകൊണ്ടാണ് ക്ഷേത്ര ബലിക്കല്ല് സ്പർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നമുക്കങ്ങനെ തൊഴുത് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചു വരാം. മഹാദേവൻ്റെ മുൻപിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ കെടാവിളക്ക് കാണാം. സദാകാലം കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണ് കെടാവിളക്ക്. ശിവന് ഏറ്റവും പ്രധാനമാണ് കെടാവിളക്കും പിൻവിളക്കും. മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൽ വാരം ഇരിക്കുക എന്നാണ്. ഈ വാരം ഇരിക്കുന്നത് വേദങ്ങൾ പഠിച്ച് വേദങ്ങൾ അനുഷ്ഠാനമാക്കിയ ബ്രാഹ്മണന്മാരാണ് വാരമിരിക്കുക. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ വേദവ്യാസ മഹർഷിയെ സങ്കല്പം ചെയ്ത് വിളക്ക് വെക്കുന്നു. ഒപ്പം വേദം പാരായണം ചെയ്യുകയും ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണത്രേ പാപ്പിനിശ്ശേരിയിലെ മഹാദേവ ക്ഷേത്രം. തളിപ്രമ്പ് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ 4 താന്ത്രിക പാരമ്പര്യമാണ്. ആ 4 താന്ത്രിക പാരമ്പര്യത്തിൽ ഒരു പാരമ്പര്യമായ എടവലത്ത് പുടയൂർ സമ്പ്രദായമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആചാര്യ പാരമ്പര്യം. ആ ആചാര്യൻ വിശേഷപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഭഗവത് ചൈതന്യം ഉണർത്തുന്ന എല്ലാ കാര്യങ്ങളും, ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കൊടിയേറ്റ് ഉത്സവം നടക്കുന്ന സമയത്ത് ആ കൊടിയേറ്റ് നടത്തി, ഭഗവാനെ ക്ഷേത്രക്കുളത്തിൽ ചെന്ന് ആറാട്ട് നടത്തി ആ ചൈതന്യം പ്രപഞ്ചത്തിലേക്ക് മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് ആറാട്ട് ഉത്സവം. ആ ആറാട്ട് നടത്തുന്നതും ഒക്കെ ക്ഷേത്രത്തിൻ്റെ വിശേഷപ്പെട്ട തന്ത്രി ആചാര്യൻ വന്നിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് പാപ്പിനിശ്ശേരിയിലെ മഹാദേവനെ തൊഴുതു പ്രാർത്ഥിക്കാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയധാരം പ്രണതോസ്മിം സദാശിവം. കിഴക്കോട്ടേക്ക് ദർശനമായുള്ള മഹാദേവനാണ്. പാമ്പിനെ അണിഞ്ഞ മഹാദേവനായതുകൊണ്ടാണ് പാപ്പിനിശ്ശേരി എന്ന് അറിയപ്പെടുന്നതെന്നും പറഞ്ഞു. നമുക്ക് ആ മഹാദേവനെ തൊഴുത് പ്രാർത്ഥിക്കാം. ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിൽ വൃഷഭനെ പ്രതിഷ്ഠിച്ചത് കാണാം. ആ വൃഷഭൻ മഹാദേവനെ നോക്കിക്കൊണ്ടുള്ള സമ്പ്രദായമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഇടനാഴിയോട് കൂടിയ ശ്രീകോവിലാണ്.
ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതാലും 5 ദേവന്മാരെ തൊഴുതതിൻ്റെ പുണ്യം കിട്ടുമെന്നാണ്. ഉപക്ഷേത്രങ്ങൾ ഉപദേവൻ ഇല്ലാത്ത, എന്നാൽ 5 ദേവതാ ചൈതന്യം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിൽ മഹാദേവൻ അതുപോലെ പാർവതീ സമേതനായി ഗണപതിയോടുകൂടിയും അതുപോലെ തന്നെ പാമ്പ് അണിഞ്ഞതുകൊണ്ടാണ് പാപ്പിനിശ്ശേരി എന്ന പേര് വന്നതെന്നാണ്. അപ്പം നാഗത്തിനെയും അതുപോലെ തന്നെ വളരെ അപൂർവമായൊരു പ്രത്യേകതയാണ് ധന്വന്തരി ചൈതന്യം കുടിയിരിക്കുന്ന മഹാദേവനാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് രോഗശമനത്തിന് വേണ്ടി ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ ആ രോഗശമനത്തിനും പരിഹാരം തരുമത്രേ. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ പാപ്പിനിശ്ശേരി മഹാദേവനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ 5 ക്ഷേത്രത്തിൽ പോയതിൻ്റെ പുണ്യം, അല്ലെങ്കിൽ 5 ദേവനെ തൊഴുതതിൻ്റെ പുണ്യം ഒരു ക്ഷേത്ര ദർശനത്തിലൂടെ കിട്ടുന്ന ഉത്തര മലബാറിലെ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് പാപ്പിനിശ്ശേരിയിലെ മഹാദേവ ക്ഷേത്രം. നമുക്ക് നമഃശിവായ മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെ പ്രദക്ഷിണം പൂർത്തിയാക്കാം. നമഃശിവായ 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 നമഃശിവായ. പ്രേക്ഷകർക്കറിയാം, ശിവന് പൂർണ്ണ പ്രദക്ഷിണമില്ല. വൃഷം ചണ്ഡം വൃഷം ചെയ്വാന്ന്, വൃഷഭേശ്വരനെ തൊഴുത് ചണ്ഡേശ്വരനെ തൊഴുത് വീണ്ടും വടക്കു ഭാഗത്ത് വന്ന് ഓവിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും താഴികക്കുടം നോക്കി തൊഴുത് പ്രാർത്ഥിച്ചാണ് പ്രദക്ഷിണം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും പാപ്പിനിശ്ശേരിയിലെ മഹാദേവൻ്റെ പ്രദക്ഷിണ പദത്തിലെത്തുന്ന സമയത്ത് ഓവിൻ്റെ സമീപത്ത് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചുള്ള ഒരു പ്രദക്ഷിണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണമല്ലെന്നും വൃഷം ചണ്ഡം വൃഷം ചെയ്വ എന്ന സമ്പ്രദായ പ്രകാരമാണ് പ്രദക്ഷിണം വെക്കേണ്ടതെന്നും ആ പ്രദക്ഷിണ പദമാണ് നമ്മളിവിടെ പൂർത്തിയാക്കിയത്. തിരുവാതിരയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം, തിരുവാതിരയ്ക്ക് ധാര വിശേഷമായി ചെയ്യുന്ന ഒരു ക്ഷേത്രം, പ്രദോഷത്തിന് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രം. പ്രദോഷ ദിവസം വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കാര്യസാധ്യം നേടുന്നവർ ഏറെയാണെന്ന് നമുക്കിവിടുത്തെ അനുഭവസ്ഥർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ക്ഷേത്രത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് നിദാനം ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യനും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ശാന്തിക്കാരനുമാണ്. ഈ ക്ഷേത്രത്തിൽ ധാരാളം വർഷമായി ഇവിടെ വന്ന് ഭഗവാനെ സേവിക്കുകയും ഒപ്പം ഭക്തന്മാർക്ക് വന്നാൽ ഭഗവാനോട് സങ്കടം ഉണർത്തിക്കാവുന്നതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനോട് സങ്കടം ഉണർത്തിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അത് ഭഗവാനെ അദ്ദേഹത്തെ കേൾപ്പിച്ചുകൊണ്ട് പലർക്കും കാര്യസാധ്യം നേടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. നമുക്ക് ക്ഷേത്രത്തിലെ ശാന്തിക്കാരനോട് തന്നെ ആ കാര്യങ്ങൾ അന്വേഷിക്കാം. ശംഭോ മഹാദേവ്. ഇവിടെ രാവിലെ 5:30 മണിക്ക് നട തുറക്കും. 11 മണി വരെയാണ് പൂജ സമയങ്ങൾ. രാവിലെ 8 മണിക്ക് ഉഷപൂജ, 10 മണി 10:15 ഉച്ചപൂജ, അത് കഴിഞ്ഞ് 11 മണിക്ക് നടയടക്കും. വൈകുന്നേരം 5:30 മണിക്ക് നട തുറക്കും. വാസ്തവത്തിനനുസരിച്ച് ദീപാരാധന, അത് കഴിഞ്ഞ് 7 മണി 7:15 അത്താഴ പൂജ, 8 മണിക്ക് നടയടക്കും. പിന്നെ ഇവിടെ വിശേഷ വഴിപാടുകൾ, പായസം,
പാൽപ്പായസം, നെയ്പായസം, പിന്നെ പ്രധാനപ്പെട്ട നെയ്യമൃത് വെക്കുക. ഇടവ മാസത്തിലെ അത്ത നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം. പിന്നെ ഇവിടെ 2 ഉത്സവങ്ങളാണ്. ഒന്ന് ശിവരാത്രി മഹോത്സവം, പിന്നെ ഒന്ന് വൃശ്ചികക്കൊടിയേറ്റ് മഹോത്സവം. വൃശ്ചികക്കൊടിയേറ്റ് മഹോത്സവം വൃശ്ചിക സംക്രമത്തിന് തുടങ്ങി വൃശ്ചിക 1-ാം തീയതി കൊടിയേറി 7-ാം ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുന്ന വൃശ്ചികക്കൊടിയേറ്റ് മഹോത്സവം. ഇപ്പം വരാൻ പോകുന്ന ഈ ഫെബ്രുവരി 22-ാം തീയതി ഭഗവാന്റെ മഹാദേവൻ്റെ ധ്വജപ്രതിഷ്ഠ നടക്കാൻ പോവാണ്. അപ്പോൾ ഇതിനെല്ലാം സാക്ഷിയാവാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്നതാണ്. ഞാൻ 2011 മുതൽ ഇവിടെ ശാന്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്ത് വിവാഹം നടന്ന ഒരുപാട് ചരിത്രം ആൾക്കാർ വന്ന് പറയാറുണ്ട്. അതുകൾക്കും വലിയ സന്തോഷമാണ്. അതുപോലെ സന്താനലബ്ധിക്കും പ്രധാനപ്പെട്ടൊരു ക്ഷേത്രമായിട്ടാണ് പോകുന്നത്. അത് ദിവസം തിരുവാതിര ധാര 300 കുടത്തിൽ മേലെ ധാര എല്ലാം ചെയ്യാറുണ്ട്. രാവിലെ ഉച്ചപൂജയുടെ സ്നാനഘട്ടത്തിലാണ് ധാര ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഊട്ട് ഉണ്ട്. ഒരാളുടെ വരെ വഴിപാടായിട്ടാണ് അത് നടത്തുന്നത്. പിന്നെ പ്രധാനപ്പെട്ട വഴിപാട് മണ്ഡപത്തിൽ വെച്ചിട്ടിരുന്ന വാരം, പിന്നെ കാലയൊഴിച്ചൂട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിലെ അഭിവൃദ്ധിക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വാരം മൂട്ട്. മണ്ഡലകാലത്തിൽ സ്വാമിമാർ ഇവിടുന്ന് മാലയിടുന്നതും അതുപോലെ ഭജന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല ഭക്തജന തിരക്കുള്ള സമയമാണ്. മണ്ഡലകാലത്ത് ഒരുപാട് സ്വാമിമാർ ഇവിടുന്ന് കെട്ട് നിറച്ച് മലക്ക് പോകാറുണ്ട്. പിന്നെ അതുമല്ല, ഇവിടെ ഒരു ശബരിമലക്ക് പോകുന്ന ഒരു ഇടത്താവളം കൂടിയാണിത്. കാരണം വരുന്ന ഭക്തന്മാർക്ക് ഇവിടെ സൗകര്യമുണ്ട്, അതുപോലെ കുളിക്കാനും സൗകര്യമുണ്ട്, ഭക്ഷണം വാങ്ങിക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇടത്താവളമായിട്ട് പോലും കാണാറുണ്ട്. നടന്നു പോകുന്ന സ്വാമിമാരും അതുപോലെ ബസ്സിൽ വരുന്ന സ്വാമിമാരും ബസ് ഇവിടെ നിർത്തി കുളിച്ച് ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് പോകാറുണ്ട്. ഒരിടത്താവളം കൂടിയാണ് ഈ പാപ്പിനിശ്ശേരി മഹാശിവക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിനൊരു പ്രത്യേകതയുണ്ട്. ക്ഷേത്രത്തിൽ നന്ദികേശനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒപ്പം ഭാരതത്തിലെ അറിയപ്പെടുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം. ആ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് ഉത്സവമാണ്. വിഷുവിളക്കിൻ്റെ 6ാമത്തെ ദിവസം അമ്മ ഗ്രാമത്തിലൂടെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ പോകുന്ന അവസരത്തിൽ ആ ബലിബിംബം ഈ ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ കയറ്റി ഇവിടെ മഹാദേവനും അന്നപൂർണേശ്വരിയും പരസ്പരം അഭിമുഖമായി നിന്നുകൊണ്ട് നിവേദ്യം കൊടുത്ത് അനുഗ്രഹമുണ്ടാകുന്നൊരു ദിവസം കൂടിയാണ് മേടമാസത്തിലെ 6ാം വിളക്ക് ദിവസം. അതൊരു വളരെ പ്രധാനമാണ്. മറ്റൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഗണപതിയെ ഒക്കത്ത് ഗണപതിയായും പാർവതിയായും ധന്വന്തിരി മൂർത്തി ചൈതന്യമുള്ള നാഗകോപ ദോഷപരിഹാരാർത്ഥം നാഗത്തെയും ആരാധിക്കാവുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞു. ഉത്സവം എന്ന് പറഞ്ഞ ഒരു വിശേഷമായ 2 ഉത്സവം നടക്കുന്ന ക്ഷേത്രം, ഒന്ന് വൃശ്ചിക മാസത്തിലും ഒന്ന് കുംഭമാസത്തിലെ ശിവരാത്രി ഉത്സവവും വളരെ പ്രാധാന്യത്തോടു കൂടി അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പാപ്പിനിശ്ശേരിയിലെ മഹാദേവ ക്ഷേത്രമെന്ന് നമുക്ക് ഇതിലെ ഐതിഹ്യത്തിൽ നിന്നും
1200 വർഷം പഴക്കമുള്ള നമ്മുടെ ഈ ക്ഷേത്രത്തിൽ കാലക്രമേണ വന്ന പല മാറ്റങ്ങളും ഉണ്ടായെങ്കിലും 2012 ജൂണിൽ നടന്ന സ്വർണ്ണ പ്രശ്നത്തോടു കൂടിയാണ് ഇന്ന് കാണുന്ന ക്ഷേത്രത്തിലേക്കുള്ള ഒരു നല്ലൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചത്. 2012 ഡിസംബറിൽ ബാലാലയ പ്രതിഷ്ഠ കഴിഞ്ഞു. അതിനുശേഷം ഇങ്ങോട്ട് പല അയ്യപ്പ വിളക്കും നവരാത്രി ഉത്സവം നല്ല രീതിയിൽ കൊണ്ടാടാൻ പറ്റി. ഇപ്പോഴ് ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ശിവരാത്രി മഹോത്സവം മാത്രമാണ്. പക്ഷെ ഇന്ന് അതോടുകൂടെ വൃശ്ചിക കൊടിയേറ്റ് മഹോത്സവം കൂടെ ഇന്ന് ക്ഷേത്രത്തിൽ വളരെ പ്രധാനമായി നടക്കുന്നുണ്ട്. വൃശ്ചിക കൊടിയേറ്റ് മഹോത്സവം എൻ്റെ അറിവിൽ നമ്മുടെ വടക്കൻ മലബാറിൽ ക്ഷേത്ര ഉത്സവം തുടങ്ങുന്നത് തന്നെ വൃശ്ചിക കൊടിയേറ്റ് മഹോത്സവം പാപ്പിനിശ്ശേരി ശിവക്ഷേത്രത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഇനി 2026 ഫെബ്രുവരിയിൽ ധ്വജപ്രതിഷ്ഠയും കൂടെ വരുന്നുണ്ട്. ധ്വജപ്രതിഷ്ഠ മഹോത്സവത്തോടുകൂടി ക്ഷേത്രം നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് നമ്മുടെ നാട്ടുകാരും നമ്മളും കരുതുന്നത്. പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് യുഗങ്ങളുടെ പഴക്കം ഈ മഹാദേവ ക്ഷേത്രത്തിനുണ്ടെന്നും 1100 വർഷത്തിനപ്പുറത്തുള്ള പഴക്കം ചരിത്രരേഖകളിൽ കാണുന്നു. മൂഷിക വംശത്തിലെ രാജപരമ്പരയുടെ കാലഘട്ടത്തിലുള്ള പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നും മഹാദേവൻ പാർവതീ സമേതനായി ഗണപതി ഭഗവാനോടുകൂടി ധന്വന്തരി ചൈതന്യം കുടിയിരിക്കുന്ന പാമ്പിനെ അണിഞ്ഞതുകൊണ്ട് നാഗചൈതന്യമുള്ള 5 ദേവചൈതന്യങ്ങളെ തൊഴുതു പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന സിദ്ധി പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതാൽ കിട്ടുമെന്നും പ്രദോഷ ദിവസം ഏറെ പ്രാധാന്യത്തോടുകൂടി പ്രദോഷ പൂജ നടത്തുക, അതുപോലെ തന്നെ ശിവരാത്രി നാളിൽ ഭഗവാന് തിടമ്പ നൃത്തം, വൃശ്ചികത്തിൽ സംക്രമത്തിന് 7 ദിവസം കൊടിയേറിയ ഉത്സവം നടക്കുന്ന, കർക്കിടക മാസത്തിൽ നിറയും ചിങ്ങത്തിൽ പുത്തരിയും നടക്കുന്ന നവരാത്രി കാലഘട്ടവും മണ്ഡലമാസവും ഏറെ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കുന്ന മഹാദേവ ക്ഷേത്രം, ഭക്തന്മാരെ സംബന്ധിച്ച് വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കുന്ന ഭഗവാൻ, ദേശത്തിൻ്റെ മുഴുവൻ ആഗ്രഹമാണ് ഒരു ധ്വജപ്രതിഷ്ഠ. ഈ 2026 ധ്വജപ്രതിഷ്ഠയ്ക്ക് മാനസികമായി ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മയോടുകൂടി തയ്യാറായി നിൽക്കുന്നൊരു സന്ദർഭം. ഇത്രയും പ്രാധാന്യമുള്ള പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും തിരുവാതിര ധാരയും വാരമൂട്ടും നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രം. ഇത്രയേറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രം. നമ്മുടെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവും ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.